ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗീ ആണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തുള്ളത് വറുത്ത റവയാണ്. അതൊരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ആണ്. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വിടാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കണം. കട്ടയില്ലാണ്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതാ ഇതുപോലെ നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഒരു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് മുന്നേ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവി കയറ്റിയെടുക്കണം. മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 8-10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. അപ്പോൾ അതാ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അതൊരു 1/2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവിയിൽ വേവിച്ചെടുത്ത റവ കൊണ്ടുള്ള ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ ബോൾസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മസാലകളൊക്കെ എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും മല്ലിയിലയാണ്. അപ്പോൾ കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.